നമ്മുടെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സിന്റെ പെട്ടെന്നുള്ള ക്വിക്ക് റിവിഷൻ. ഓക്കെ, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സിന്റെ ക്വിക്ക് റിവിഷൻ CMA ഇന്ററിന് വേണ്ടിയിട്ടുള്ളതാണ്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് ക്വിക്ക് റിവിഷൻ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ആണ് നമ്മളുടെ സെക്ഷൻ വരുന്നത്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സിന്റെ എന്തായാലും ക്വസ്റ്റ്യൻ അധികം ഉണ്ടാവാറുണ്ട്. ഓർ MCQ ഓർ ഒരു ഇൻപുട്ട് എലിജിബിലിന്റെ ക്വസ്റ്റ്യൻ, എലിജിബിലിറ്റിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കാം. ഒന്ന് മോട്ടോർ വെഹിക്കിൾ ആണ്. മോട്ടോർ വെഹിക്കിളിന്റെ ഇൻപുട്ട് കിട്ടൂല ഇഫ് ദ സീറ്റിംഗ് കപ്പാസിറ്റി ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 13% ഇൻക്ലൂഡിംഗ് ഡ്രൈവർ. 13% താഴെയോ 13% വരുന്ന ഡ്രൈവർ അടക്കം സീറ്റിംഗ് കപ്പാസിറ്റി വരുന്ന ഒരു മോട്ടോർ വെഹിക്കിളിന്റെ ഇൻപുട്ട് കിട്ടില്ല. എക്സാമ്പിൾ ആയിട്ട് കാറിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടത്തില്ല. ഓക്കെ, ഇനി എക്സെപ്റ്റ് ഇനി 13% താഴെയാണെങ്കിലും എന്ത് ചെയ്യും? ഇൻപുട്ട് കിട്ടും. എപ്പോ? ഇഫ് ദാറ്റ് മോട്ടോർ വെഹിക്കിൾ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫർദർ സപ്ലൈ. അതായത് ഒരു കാർ ഡീലർ ആണെങ്കിൽ അയാളെ കാർ വാങ്ങിയതിനാ? കാർ ഫർദർ സപ്ലൈക്കല്ലേ, വിൽക്കാനല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് കിട്ടും. അതേപോലെ മേക്കിംഗ് ടാക്സിബിൾ സപ്ലൈ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ബിസിനസ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അയാൾക്ക് ഇൻപുട്ട് കിട്ടും. അതേപോലെ എന്താ പറയാ, ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഓൺ ഡ്രൈവിംഗ് സച്ച് മോട്ടോർ വെഹിക്കിൾ. അതായത് മോട്ടോർ വെഹിക്കിളിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത്, അതായത് എന്താ മോട്ടോർ വെഹിക്കിളിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത് എന്താ? ഡ്രൈവിംഗ് സ്കൂൾ എഴുതി വെക്കരുത്. ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഓൺ സച്ച് മോട്ടോർ വെഹിക്കിളിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ അപ്പോൾ ഇൻപുട്ട് കിട്ടും. അതേപോലെ ഒന്നുകൂടി ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും വെഹിക്കിൾ വാങ്ങുന്നുണ്ടെങ്കിൽ, ട്രക്ക് പോലത്തെ ഗുഡ്സ് വാങ്ങുന്നതെങ്കിൽ, ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് പർപ്പസിനാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇൻപുട്ട് എലിജിബിൾ ആണ്. ഓക്കെ, ഇത്രയും കാലത്തിൽ മോട്ടോർ വെഹിക്കിൾ എലിജിബിൾ ആണ്. അപ്പോൾ 13% സീറ്റിംഗ് കപ്പാസിറ്റി മറക്കണ്ട. നെക്സ്റ്റ്, വെസൽ എയർക്രാഫ്റ്റിന്റെ ഇൻപുട്ടും ഇതേപോലെ തന്നെ ഇൻഎലിജിബിൾ ആണ്, ഇൻപുട്ട് കിട്ടത്തില്ല. ഇഫ് അത് കിട്ടും എപ്പോ? ഫർദർ സപ്ലൈ ആണെങ്കിൽ കിട്ടും, ട്രാൻസ്പോർട്ടേഷൻ പാസഞ്ചർ ആണെങ്കിൽ കിട്ടും, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ കിട്ടും. അതേപോലെ ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് നാവിഗേറ്റിംഗ് സച്ച് വെസൽ, ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഫ്ലൈങ് സച്ച് എയർക്രാഫ്റ്റ്. അതായത് വെസൽ നാവിഗേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക, അതായത് ഡ്രൈവിംഗ് സ്കൂൾ പോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. ഫ്ലൈറ്റ് അതായത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുക, ട്രെയിനിങ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് എന്ത് ചെയ്യും? കിട്ടും. അല്ലാത്ത പക്ഷേ അതിന്റെ ഇൻപുട്ട് എടുക്കാൻ പാടില്ല, ഇറ്റ് ഈസ് ഇൻഎലിജിബിൾ. അതേപോലെ ഈ എയും ബിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് C പോയിന്റ്. അതായത് ജനറൽ ഇൻഷുറൻസ് സർവീസിംഗ്, റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എബോവ് മോട്ടോർ വെഹിക്കിൾ ആൻഡ് വെസൽ എയർക്രാഫ്റ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ഇൻഷുറൻസ് സർവീസിംഗ്, റിപ്പയർ, മെയിൻ്റനൻസിന്റെ ഒക്കെ ബ്ലോക്ക്ഡ് ആണ്. ഒന്നിന്റെ ഇൻപുട്ടിന് എലിജിബിൾ അല്ല, കിട്ടത്തില്ല. ഇഫ് അതായത് ഇതിങ്ങനെ ചിന്തിച്ചാൽ മതി, ആ മോട്ടോർ വെഹിക്കിളിന്റെ ഇൻപുട്ട് എലിജിബിൾ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് സർവീസിംഗ്, റിപ്പയർ, മെയിൻ്റനൻസ് എലിജിബിൾ ആണ്. ആ മോട്ടോർ വെഹിക്കിളിന്റെ ഇൻപുട്ടേ എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തോ എലിജിബിൾ അല്ല? ആ ഇൻഷുറൻസ് സർവീസിംഗ്, റിപ്പയർ എലിജിബിൾ അല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ബിസിനസ്സിലോട്ട് ഒരു കാർ വാങ്ങി. എന്റെ കാർ ഡീലർ ഒന്നുമില്ല, നോർമൽ ബിസിനസ് ആണ്, ഒരു കാർ വാങ്ങി. കാറിന്റെ ഇൻപുട്ട് കിട്ടുമോ? ഇല്ല, കാറിന്റെ ഇൻപുട്ട് കിട്ടില്ല. അതേപോലെ കാറുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് എടുത്തു, ഇൻപുട്ട് കിട്ടുമോ? ഇല്ല. കാറിന്റെ റിപ്പയറിംഗ് നടത്തി, ഇൻപുട്ട് കിട്ടുമോ? ഇല്ല. നേരെ മറിച്ച് ഞാനൊരു ബസ്സാണ് വാങ്ങി, ഒരു 20 ആൾക്കാർ 30 ആൾക്കാരെ കൊള്ളുന്ന ഒരു ബസ് വാങ്ങി. ഇൻപുട്ട് കിട്ടുമോ? ബസ്സിന്റെ കിട്ടും. അതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസിന്റെ ഇൻപുട്ട് കിട്ടുമോ? കിട്ടും. സർവീസിംഗിന് ഇൻപുട്ട് കിട്ടുമോ? കിട്ടും. റിപ്പയറോ കിട്ടും. അതായത് മോട്ടോർ വെഹിക്കിൾ, വെസൽ, എയർക്രാഫ്റ്റ് എലിജിബിൾ ആണെങ്കിൽ ദെൻ അതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ്, സർവീസിംഗ്, റിപ്പയറിംഗ്, മെയിൻ്റനൻസ് എലിജിബിൾ ആണ്. ഇനി ഓൾവേസ് ഇൻഷുറൻസും ഈ പറഞ്ഞ സർവീസിംഗ്, റിപ്പയർ എലിജിബിൾ ആയിട്ടുള്ള രണ്ട് കൂട്ടരാണ്. ഒന്ന് മാനുഫാക്ചർ ഓഫ് സച്ച് മോട്ടോർ വെഹിക്കിളും ജനറൽ ഇൻഷുറൻസ് സർവീസ് നടത്തുന്ന ആൾക്കാർക്കും ഓൾവേസ് ഇത് എലിജിബിൾ ആണ്. ഓക്കെ, ഓൾവേസ് എലിജിബിൾ ആണ്. അവർക്ക് നാച്ചുറൽ ഓഫ് വേറെ ഇതൊന്നും നോക്കേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് വരുന്നത് ഡി തൊട്ട് G വരെയുള്ള പോയിന്റ്സ് ഏകദേശം കോമൺ ആണ്. അതായത് ഈ ഫുഡ്, ബീവറേജ്, ഔട്ട്ഡോർ കാറ്ററിംഗ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ഹെൽത്ത് സർവീസ്, കോസ്മെറ്റിക്, പ്ലാസ്റ്റിക് സർജറി ഒക്കെ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുന്നത്, ഓഫ് കോഴ്സ് ഇത് പർച്ചേസ് ചെയ്യുന്ന എന്തിനേ കാരണം? ഫോർ എംപ്ലോയീസ് ആവൂലേ? അതായത് ഫുഡ് വാങ്ങുന്നത്, ഒരു കമ്പനി ഫുഡ് വാങ്ങുന്നതിന് അവിടേക്ക് കഴിക്കാൻ, അതായത് ഔട്ട്ഡോർ. അതേപോലെ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് നടത്തുന്നത്, എംപ്ലോയീസിന് വേണ്ടി ബ്യൂട്ടി ട്രീറ്റ്മെന്റ് നടത്തി കൊടുത്ത്. അപ്പൊ ഇതൊക്കെ ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്കാ ബിസിനസ് പർപ്പസിനല്ലേ? എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഒരു മെയിൻ സാധനമല്ലേ? അപ്പൊ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വാങ്ങിയത്. ബട്ട് ഇങ്ങനത്തെ ഒക്കെ ഇൻപുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. ഒരു ഗവൺമെന്റ് ഒരു ഒബ്ലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സാധനങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന്. ഗവൺമെന്റ് ഒബ്ലിഗേഷൻ, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഇൻപുട്ട് കിട്ടുള്ളൂ. ഇപ്പൊ ഫാക്ടറീസ് ആക്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും, ഫാക്ടറീസ് ആക്ട് പറയുന്നുണ്ട് ഫുഡ് ആൻഡ് ബിവറേജ് കൊടുക്കണം എംപ്ലോയീസിന് എന്ന് പറയുന്നുണ്ടെങ്കിൽ ദെൻ ഫുഡ് ആൻഡ് ബിവറേജ് വാങ്ങാന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് കിട്ടും. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ടോ നോക്കണം ക്വസ്റ്റ്യനിൽ. അതേപോലെ ഇത് ഫർദർ സപ്ലൈ ആണെങ്കിൽ കിട്ടും. അതായത് ഞാനൊരു കാറ്ററിംഗ് സർവീസുകാരൻ, ഞാൻ വേറൊരു കാറ്ററിംഗ് സർവീസ് എടുത്തിട്ട് ഞാൻ ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ട് എടുത്ത്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ഇൻപുട്ട് എടുക്കാം. ഇനി മെമ്പർഷിപ്പ് ഓഫ് എ ക്ലബ്, ഇതും അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ വേണം. എംപ്ലോയീസിന് വേണ്ടി ക്ലബ്ബ് മെമ്പർഷിപ്പ് എടുത്തെടുത്തു, ഹെൽത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തെടുത്തു, അതായത് ഫിറ്റ്നസ് സെന്റർ, ജിമ്മിന്റെ ഒക്കെ മെമ്പർഷിപ്പ് എടുത്തെടുത്തുകയാണെങ്കിൽ അതിന്റെ ഒക്കെ പൈസ കൊടുക്കുമ്പോൾ ടാക്സും കൊടുക്കുന്നുണ്ടാവും. ആ ടാക്സ് കമ്പനിക്ക് ഇൻപുട്ട് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഓൺലി ഇഫ് ദർ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. അതേപോലെ ലീസിംഗ്, റെന്റിങ്, ഹയറിംഗ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ, ഒരു മോട്ടോർ വെഹിക്കിളിന്റെ ലീസിങ്ങിന്, ഹയറിങ്ങിന്, റെന്റിങ്ങിന് ഒക്കെ കൊടുത്തു, അല്ലെങ്കിൽ വെസൽ, എയർക്രാഫ്റ്റ് ഒക്കെ ഒരു ഈ പറഞ്ഞ
എംപ്ലോയീസിന് കൊടുത്തു, ഈ ലീസ് ചെയ്തിട്ട് ലീസിന് എടുത്തിട്ട് എംപ്ലോയീസിന് അത് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിലും ഇൻപുട്ട് എന്തില്ല, കിട്ടത്തില്ല. കിട്ടും ഇഫ് ദർ ഇസ് എ ഗവൺമെന്റ് ആസ് മെയ്ഡ് ഇറ്റ് ഒബ്ലിഗേറ്ററി, ഗവൺമെന്റ് ഒബ്ലിഗേഷൻ ആണെങ്കിൽ മാത്രം കിട്ടും. അല്ലെങ്കിൽ ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഞാൻ അത് വാങ്ങിയത്, ലീസിംഗ് എടുത്ത് ഞാൻ വേറെ ലീസിങ്ങിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇൻപുട്ട് കിട്ടും. ഫർദർ സപ്ലൈ ആണെങ്കിലും ഇൻപുട്ട് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ജി പോയിന്റ് ഒക്കെ ഗവൺമെന്റ് ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ കിട്ടും. ലാസ്റ്റ് പോയിന്റ് അതിന് ട്രാവൽ ബെനിഫിറ്റ്സ്, എംപ്ലോയീസിന് വേണ്ടിയിട്ട് എംപ്ലോയർ ട്രാവൽ ബെനിഫിറ്റ്സ്, ലീവ് ട്രാവൽ കൺസെഷൻ, ടിക്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആ ടിക്കറ്റ് ചാർജിന്റെ കൂടെ GST പേ ചെയ്യുന്നുണ്ടോ, ആ GST ഇൻപുട്ട് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഓൺലി ഇഫ് ദർ ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂ, അല്ലാത്ത പക്ഷം ഇൻപുട്ട് എന്ത് ചെയ്യില്ല, ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ കോമൺ. അതായത് D തൊട്ട് G വരെ ഒറ്റ പോയിന്റ് എന്ത്, ഗവൺമെന്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കാം. ഇനി എച്ച് തൊട്ട് വരുന്നത് വർക്ക് കോൺട്രാക്ട്. അതായത് ഞാൻ വർക്ക് കോൺട്രാക്ട് സർവീസ് എടുത്തു, അതിന്റെ ഇൻപുട്ട് കിട്ടൂല. ഈ അതെന്തിനു വേണ്ടി എടുത്ത, കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇമ്മൂവൽ പ്രോപ്പർട്ടി. ഒരു ഇമ്മൂവൽ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് കോൺട്രാക്ട് സർവീസ് എടുത്തുകയാണെങ്കിൽ അതിന്റെ ഇൻപുട്ട് എന്തില്ല, എലിജിബിൾ അല്ല, അത് കിട്ടത്തില്ല. ഇനി അത് കിട്ടും ഇഫ് ആ ഇമ്മൂവൽ പ്രോപ്പർട്ടി ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ ഇൻപുട്ട് കിട്ടും. അതേപോലെ ഞാൻ ഫർദർ സപ്ലൈക്ക് വേണ്ടി, ഞാനൊരു ആർക്കിടെക്ട് ആണ്, ഞാൻ ഒരു കോൺട്രാക്ടർ ആണ്, ഞാൻ ബിൽഡിംഗ് പണിയുന്ന ആളാണ്, ഞാൻ ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് വർക്ക് കോൺട്രാക്ട് എടുത്തത്. ഓക്കെ, വാങ്ങിച്ച് വിൽക്കുന്നതല്ല, ഉണ്ടാക്കി വിൽക്കുന്നതല്ല. ഉദ്ദേശിക്കുന്നത് എന്താ, ഞാൻ ഒരു കോൺട്രാക്ടറാണ്, വേറെ കോൺട്രാക്ടർ സർവീസ് എടുക്കേണ്ടി വന്ന ഒരു സാധനം ഉണ്ടാക്കാൻ, ഒരു സാധനം സർവീസ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ഇൻപുട്ട് എടുക്കാം. അല്ലാത്ത പക്ഷെ ഞാൻ ഒരു വർക്ക് കോൺട്രാക്ട് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം, അതായത് സ്റ്റഡി ക്യാബ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, സ്റ്റഡി ക്യാബിനെ ഇൻപുട്ട് എടുക്കാൻ പറ്റുമോ? പറ്റൂല, ഇൻപുട്ട് എടുക്കാൻ എലിജിബിൾ അല്ല. സോ അതിന്റെ ലോജിക്ക് എന്താ വെച്ചാൽ ഇത്രേ ഉള്ളൂ. അതായത് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആക്ച്വലി എന്തല്ല, സപ്ലൈ അല്ലല്ലോ, അല്ലെ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫർദർ സപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി അതിന്റെ ഔട്ട്പുട്ട് ടാക്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എന്ത് എടുക്കണ്ട, ഇൻപുട്ട് എടുക്കണ്ട. അതാണ് ലോജിക്ക്. എന്തുകൊണ്ട് ഇൻപുട്ട് ഇമ്മൂവൽ പ്രോപ്പർട്ടിന്റെ കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ കിട്ടും ചെയ്യും. ഈ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഈ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട ഈ ചെറിയ ചെറിയ റിപ്പയർ, റിനോവേഷൻസ് ഇതൊക്കെ നടത്തും. അപ്പൊ അതിന്റെ ഇൻപുട്ട് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞ എങ്ങനെയാണ്, അത് ഇഫ് ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഇൻപുട്ട് കിട്ടും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ കിട്ടില്ല. അതായത് P&Lക്ക് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് കിട്ടും, അല്ലാത്ത പക്ഷം ഇൻപുട്ട് കിട്ടില്ല. ഓക്കെ, അപ്പൊ അത് നോക്കൂ, അതും കൂടി നോക്കണേ. നെക്സ്റ്റ്, ഇൻവേർട്ട് സപ്ലൈ റിസീവ് ബൈ ടാക്സബിൾ പേഴ്സൺ കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവൽ പ്രോപ്പർട്ടി ഇൻ ഹിസ് ഓൺ അക്കൗണ്ട്. ഇനി കോൺട്രാക്ടർ ഒന്നും ഇല്ല, ഞാൻ തന്നെ ഒരു ബിൽഡിംഗ് പണിയാന്നുണ്ടെങ്കിൽ, ഒരു ഇമ്മൂവൽ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ ഇൻപുട്ട് കിട്ടൂല. ഹിസ് ഓൺ അക്കൗണ്ട് ഞാൻ തന്നെ പണിയാന്നുണ്ടെങ്കിൽ എന്തില്ല, ബിസിനസ് പർപ്പസ് ആണെങ്കിൽ, അതായത് ഞാൻ എന്റെ ബിസിനസിന് വേണ്ടി സ്റ്റഡി ക്യാമ്പിന് വേണ്ടി ഒക്കെ പണിയാണ്, എന്നാലും കിട്ടൂല. ഇഫ് ഇറ്റ് ഈസ് ആൻ ഇമ്മൂവൽ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ കിട്ടും, അല്ലാത്ത പക്ഷം കിട്ടൂല. ഇനി കോമ്പോഷൻ സ്കീമിൽ നടക്കുന്ന ടാക്സ് എന്ത് ചെയ്യില്ല, ഇൻപുട്ട് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതേപോലെ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, അത് ഇമ്പോർട്ടന്റ് ആണ് ഫോർ MCQ. ഒരു NRTPക്ക് ഒരു ഇൻപുട്ട് എലിജിബിൾ അല്ല. അപ്പൊ ഞാനൊരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇൻപുട്ട് എലിജിബിൾ അല്ല, അതർ ദാൻ ITC ഓൺ ഗുഡ്സ് ഇമ്പോർട്ടഡ്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് എലിജിബിൾ ആണ്, അല്ലാത്ത ഒരു ഇൻപുട്ട് എന്തില്ല, എനിക്ക് എലിജിബിൾ അല്ല ഫോർ നോൺ റെസിഡന്റ് ടാക്സബിൾ. ഈവൻ ഇമ്പോർട്ട് ഓഫ് സർവീസ് അടക്കം എലിജിബിൾ അല്ല. കാരണം ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് അവിടെ ചോദിക്കാം, MCQ ചോദിക്കാം. ഇമ്പോർട്ട് ഓഫ് സർവീസ് ബ്ലോക്ക്ഡ് ആണ്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, അതായത് ഞാൻ ഇന്ത്യയിൽ നിന്ന് വല്ല സാധനം വാങ്ങി NRTP നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടുമോ? കിട്ടൂല. ഞാൻ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് വല്ല സാധനം ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്ത് ഇൻപുട്ട് കിട്ടുമോ? കിട്ടും. ഇനി വല്ല സർവീസ് ആണെങ്കിലോ ഇൻപുട്ട് കിട്ടൂല. ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ ഇൻപുട്ട് കിട്ടൂല. അതേപോലെ കമ്പനീസിന്റെ സെക്ഷൻ 135 അനുസരിച്ച്, കമ്പനീസ് ആക്ട് 135 അനുസരിച്ചിട്ട് CSR ആക്ടിവിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല സാധനം പർച്ചേസ് ചെയ്യുന്നത്, CSR ആക്ടിവിറ്റീസ് ജസ്റ്റ് ലൈക്ക് ചാരിറ്റബിൾ ആക്ടിവിറ്റി, ബിസിനസ്, അതായത് ആക്ട് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്. എന്നാലും CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ വല്ല സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻപുട്ട് എന്തെങ്കിലും കിട്ടൂല. അതേപോലെ പേഴ്സണൽ കൺസംഷൻ യൂസ് ചെയ്യുന്ന ഗുഡ്സ് സർവീസ്, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 100 ചുരിദാർ, എൻ്റെ ഒരു ചുരിദാർ കടയാണ്, 100 ചുരിദാർ വാങ്ങിയത് 2 ചുരിദാർ എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ട് 2 പേഴ്സണൽ കൺസംഷൻ അല്ലേ, ആ 2 ഇൻപുട്ട് ഞാൻ ചെയ്യാൻ പാടില്ല, ക്ലെയിം ചെയ്യാൻ പാടില്ല. 98 ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അതേപോലെ ഗുഡ്സ് ലോസ്റ്റ് ആയി, സ്റ്റോളൻ ആയി, ഡിസ്ട്രോയിഡ് ആയി, റിട്ടേൺ ഓഫ് ആയി, ഡിസ്പോസ്ഡ് ആയി, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത്, ഇതൊക്കെ എന്തോ ഇൻപുട്ട് കിട്ടാത്ത എന്താണ്, പേഴ്സണൽ കൺസംഷൻ യൂസ് കഴിഞ്ഞാൽ ഫർദർ സപ്ലൈ ഇല്ല, അതുകൊണ്ട് ഇൻപുട്ട് എടുക്കണ്ട. അതേപോലെ ഗുഡ്സ് നഷ്ടപ്പെട്ട് ഫർദർ സപ്ലൈ ഇല്ല, ഇൻപുട്ട് എടുക്കാൻ പാടില്ല. ആണ് അതിന്റെ ലോജിക്. സ്റ്റോളൻ, ഗുഡ്സ് കട്ടോണ്ട് പോയി, ഡിസ്ട്രോയിഡ് ആയി, റൈറ്റ് ഓഫ് ചെയ്ത്, ബുക്സ് ഞാൻ കളഞ്ഞു അത്, അല്ലെങ്കിൽ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത്, ഇതിനൊന്നും ഫർദർ സപ്ലൈ നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇൻപുട്ട് എടുക്കണ്ട എന്നാണ് പറയുന്നത്. അതേപോലെ ടാക്സ് പെയ്ഡ് അണ്ടർ സെക്ഷൻ 74, 130, ഡിമാൻഡ് ആൻഡ് ഒഫൻസ് അനുസരിച്ച്, ഡിമാൻഡും ഒഫൻസ് ഒക്കെ വരുത്തിയിട്ട് അതിന്റെ പെനാൽറ്റി ഡിമാൻഡ് അനുസരിച്ചൊക്കെ വല്ല ടാക്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻപുട്ട് കിട്ടില്ല. സുഖമല്ലേ? ഒഫൻസ് ചെയ്യുക, ഡിമാൻഡ് ചെയ്യുക, ദെൻ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിമാൻഡ് ഒക്കെ വന്നിട്ട് അങ്ങനത്തെ ഒഫൻസ് ഒക്കെ ചെയ്തിട്ടുള്ള വല്ല പെനാൽറ്റി ടാക്സ് ഒക്കെ നടക്കുന്നതെങ്കിൽ അതിന്റെ ഇൻപുട്ട് എന്തെങ്കിലും കിട്ടില്ല. ഇത്തനെയാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ്. ക്വിക്ലി നമ്മൾ ഒരു 10 മിനിറ്റ് ആയിട്ടില്ല, 10 മിനിറ്റ് ആണ്. ഓക്കെ, ഡിവൈസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഇനഫ്. ജസ്റ്റ് ഒരു എക്സാം ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇനി ഇത് വേണമെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ആണ് എന്റെ ധൈര്യം, എന്റെ ബൂസ്റ്റ്. അപ്പം ഹെൽപ്പ് ആയില്ലേ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഏത് വേണം, ഞാൻ അടുത്ത ക്വിക്ക് റിവിഷൻ ഏത് വേണം എന്നുള്ളതും കമന്റ് ചെയ്യാം. ഓക്കെ, സോ സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ.